പറയണമെന്ന് തോന്നി കേട്ടോ. ഇതിനിപ്പോൾ ആരെന്ത് പ്രശ്നമാക്കി എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു കാര്യം ആയതുകൊണ്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയുകയാണ് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഈ പറയണത് പോലെ മറ്റേ ഹനാൻ ഷാ എന്ന് പറയുന്ന പുള്ളി ഇല്ലേ. ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഭയങ്കര വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ, പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല ഗൈസ്, സത്യം പറയാലോ, വലിയ പാട്ടുകാരനൊന്നും അല്ല. ഞാൻ എൻ്റെ കോളേജസിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ വല്ല മന്ത്ലിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വല്ല പരിപാടി ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഞാനിപ്പോൾ 28 ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു കോളേജിൽ പരിപാടിയുണ്ട്. ഞാനിങ്ങനെ എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ സ്ട്രീമാണ്. അപ്പോൾ പുള്ളിയുടെ ഞാൻ പറയാം, ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയായിരുന്നു മറ്റേ അഷ്കർ ടെക്കി. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് പറയണം. ഇതിന് എന്ത് കോൺട്രവേഴ്സി ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ തുടക്കം തന്നെ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറായിരുന്നു ഈ പുള്ളി. ഇത് ജസ്റ്റ് പറയണം കേട്ടപ്പോൾ എനിക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. ഇത് കണ്ടു നോക്കേ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ ജസ്റ്റ്. നമസ്കാരം ദോസ്തോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കോൺട്രവേഴ്സി ആയാലും കുഴപ്പമില്ല ബ്രോ. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് പറയണം. കാരണം ലൈക്ക് ഞാനൊരു ബാൻഡ് കൊണ്ട് നടക്കുന്ന ആളാ. സോ ഈ ഫീൽഡ് ഞങ്ങൾക്ക് നന്നപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, ഇതെനിക്ക് പറയണം. ഇതെനിക്ക് കോൺട്രവേഴ്സി ആയാലും ആരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻ ഷോ. ബ്രോ അഹങ്കാരമോ? ഞാൻ ഇല്ല, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം ഗൈസ്, ഞാൻ പറയാം. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിലിരുന്നാലും അല്ലെങ്കിൽ ഈ പറയണ പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോണത് കൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് എന്താ പറയുക, ഇന്നിയേഴ്സ്. ഞാൻ ഈ വെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിനകത്തൂടെ, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ സാധനത്തിൽ കൂടെയാണ് നമുക്ക് പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരൻ്റെ ബേസിക് നീഡാ. ഈ സാധനം ചെവിയിൽ വെക്കണം. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ? ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത്. DSLR വെച്ചിരിക്കുന്നത് എന്തിനാ? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട്. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് ബ്രോ DSLR വെച്ചിരിക്കുന്നത്? ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ബ്രോയുടെ സാധനം നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ടിട്ട് പാടും. ഞാൻ ബാക്കിംഗ് ട്രാക്ക് ഒന്നും ഇടാതെ ഞാൻ ഇന്നൊരു ബാക്കിംഗ് ട്രാക്ക് ഇടുന്ന ഒരു ഇതാണെന്നല്ല പറയണേ. ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ. ബ്രോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത്, എല്ലാവരും ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിൻ പുള്ളി ചിറാപ്പുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ്. റീൽ കാണുന്നവർ ഒരേ സ്ഥലത്തിരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക. പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ. അപ്പൊ അവിടെ പോകുമ്പോൾ ആളുടെ സ്വന്തം പാട്ട്, പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട്, ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹെയ്റ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യം മനസ്സിലാവുള്ളത്. എല്ലാവരും മറ്റേ ഇതങ്ങ് പറയാ പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയാണ്. പക്ഷെ ഈ ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അവർ പാടുന്നതാണ്. നമ്മൾ ഈ സാധനം റീൽസ് ആയിട്ട് ഒരിടത്തിരുന്ന് കാണുന്നേ ഉള്ളൂ.
മനസ്സിലായ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ബോധം ഇല്ലാതെ ഞാൻ ഹനാൻ ഷാ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഡൈഹാർഡ് ഫാനൊന്നും അല്ല, ഞാൻ അല്ലാതെ പറയുക. ഇത് ഭയങ്കര ഒരു പുള്ളിയുടെ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഹനാൻ ഷാ വന്നിട്ട് ഇവിടെ കുത്താനായിട്ട് ഒരു കേബിൾ പോലും എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ട്രാക്ക് കേൾക്കണം, കാർ കയറിയാമോ, EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടണ്ട, ഞാൻ പറയാം, പാട്ടിട്ടിട്ട് മറച്ചിട്ട് കാര്യമില്ല. ബ്രോ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പുള്ളി ഇപ്പൊ ചെയ്യുന്ന പുള്ളിയുടെ ബാക്കി സ്റ്റേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പുള്ളിയുടെ ഒരു റിക്വയർമെന്റ് അല്ല. ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങള് വളരെ ചെറിയ ഇതിൽ ചെയ്യുന്ന ഷോസ് ആണ്. അപ്പൊ ഞങ്ങൾ ഷോസിന് പോകുമ്പോൾ പോലും ഒരു ബേസിക് റിക്വയർമെന്റ് നമ്മുടെ സാധനങ്ങൾ പറയും. LED വോള്, ലൈക്ക് ഇത്ര ഇതിന്റെ സൗണ്ട്, ഇത്ര ഇതിന്റെ സിസ്റ്റം, സൗണ്ട് ചെക്ക് ചെയ്യാനുള്ള ടൈം, ഇതെല്ലാം പറയാറുണ്ട്. ഇതൊന്നും അഹങ്കാരമായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല ബ്രോ. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെക്ക് കമന്റ് ബോക്സ്. അൺസബ്സ്ക്രൈബ് അഷ്കർ ഫീൽഡ് ഔട്ട് ആയി. അൺസബ്സ്ക്രൈബ് ബട്ടൺ അൺസബ്സ്ക്രൈബ്. നോൺ സ്പ്രെഡ് ഹേറ്റ് ഫോർ റീച്ച്. ഹനാൻ ഷാന്റെ കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും ഷബീറും കൂടെ വേണ്ട, ചിലപ്പോ ഷബീർ വന്നിട്ടില്ലെങ്കിലോ പെടുവല്ലോ, നമുക്ക് നോക്കാം. ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയതാണ് കോമഡി. ഞാൻ ഷെബീർ ബൈക്ക് എടുത്ത് റൈഡിംഗ് ഗിയേഴ്സ് ഇട്ട് വന്നതാണ് അത് ബ്രോ. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള 10-15 പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ്. എന്തായാലും നമ്മുടെ ഹനാൻ ഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി. പുറത്തെങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു, GCC കൺട്രീസിൽ ദമാമിലാന്ന് തോന്നുന്നു. ദമാമിലെങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി കുറച്ച് ദിവസമായി. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേസ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഇത് അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വെച്ചാൽ അത്രയും ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പറയണമെന്ന് തോന്നി, വേറെ ഒന്നുമല്ല. അത് വിട്ടേരാ, ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അന്നേരം മനസ്സിലാവും. അത്രയൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. ഈ ഹേറ്റ് ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. പുള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളി ഒരു ഊമ്പിയ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപദ്രവമായിട്ടുള്ള ഒരു സാധനം പോലും പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹനാൻ ഷാ ആയിക്കോട്ടെ, അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാ. നല്ല ഇതുവരെ പുള്ളി ഇപ്പൊ വല്ല മദ്യമോ സിഗരറ്റോ ഒന്നും അവരുടെ രീതിയിൽ അവരുടെ ഫാമിലി വ്ളോഗ്സ് എന്ന് വെച്ചാൽ അവരുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റും. എൻ്റെ ലൈവ് പോലും അങ്ങനെ കാണാൻ പറ്റില്ല, മനസ്സിലായേ? ഞാൻ എപ്പോഴാണ് സാമാനം പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ലൈവ് പോലും അങ്ങനെ കാണാൻ പറ്റത്തില്ല. പുള്ളിയുടെ അവരുടെയൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഒരു ഹേറ്റ് സ്പീച്ച് പറയാതെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരാണ്. അവരിത് ഡിസേർവ് ചെയ്യുന്നില്ല ഗൈസ്, സത്യമായിട്ട് അവർ ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്ക് പുള്ളിയായിട്ട് വലിയ കമ്പനിയും പരിചയമൊന്നുമില്ല. ഇനി പുള്ളി ഒരിക്കൽ മറ്റേ അനിയന് ഒരു PC മേടിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ പുള്ളിക്ക് സ്പെക്ക് പറഞ്ഞു കൊടുത്തു. അത് മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പുള്ളിയായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷേ ഇത് പറയണമെന്ന് ഇത് അവർ ഡിസേർവ് ചെയ്യണില്ല ഗൈസ്. ഈ ഒരു ആരോ എവിടുന്നോ കൊടുത്തു വിട്ട ഒരു ഹെയ്റ്റ് PR നിങ്ങൾ എടുത്ത് കയറ്റി പിടിക്കരുത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് കാണുന്ന ഓഡിയൻസ് എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അതിന് വേണ്ടിയിട്ട് പോയി പറയില്ല. ഇഷ്ടം ഗൈസ്, അത്രേ ഉള്ളൂ. അവർ റിപ്പീറ്റഡ് ആയിട്ട് പാടുമല്ല, അവരുടെ സ്വന്തം പാട്ടുകൾ പല ഡിഫറെൻറ്റ് ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അത് നമ്മൾ റീൽസ് അവരുടെ ഇരുന്ന് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഒരേ പാട്ട് അവർ കേൾക്കുന്നതെന്ന് പറയണം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. എനിക്കത് പറയണമെന്ന് തോന്നി ഗൈസ്. അത്രയൊന്നും ഹേറ്റ് അവർ ഡിസേർവ് ചെയ്യണില്ല. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ബാക്ക് ടു ലൈവ്, നമ്മുടെ ലൈവ്.